ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇതിൻ്റെ അകത്ത് നിന്ന് പൂ പറിച്ച് കൊടുത്തു. കാരണം ഇതിന് കാര്യമായ ചിലവുകളൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ് 10-25,000 രൂപ കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. സാധാരണ എല്ലാവരും പറയാനുള്ളത് കുരുമുളക് കായ്ക്കണമെങ്കിൽ 3 കൊല്ലം എടുക്കുമെന്ന് പറഞ്ഞ് ഒരു വർഷം കൊണ്ട് നന്നായി കായ്ക്കുന്ന വിധത്തിലേക്ക് ഈ കുരുമുളകിൻ്റെ കൃഷി എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൃഷി ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയല്ല. കൃഷിക്കാരൻ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാനെന്തായാലും അവാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എല്ലാ പ്രേക്ഷകർക്കും പാടവും പറമ്പിലേക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനായ കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം വളരെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. വയനാടിൻ്റെ അല്ല, കേരളത്തിൻ്റെ പല സാമൂഹ്യ മേഖലകളിലും വളരെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ ഇദ്ദേഹം ഒരു വലിയ കർഷകനാണ്. അതാണ് ഇദ്ദേഹം പാടവും പറമ്പിലേക്ക് എത്താനുണ്ടായ കാരണവും. ഇദ്ദേഹത്തെ നമ്മൾ പലയിടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പല വേദികളിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇദ്ദേഹം വലിയൊരു കർഷകനാണ് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇദ്ദേഹം വലിയൊരു കർഷകനാണെന്ന് ഞങ്ങൾ തന്നെ അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃഷി ഇടം കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇനി ആ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഏറെ തിരക്കുള്ള ഒരു പൊതുപ്രവർത്തകന് കൃഷിയിൽ എത്രമാത്രം ശ്രദ്ധിക്കാനാകും? അഥവാ കൃഷിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഉദാഹരണവുമാണ് CPI വയനാട് ജില്ലാ സെക്രട്ടറിയായ EJ ബാബു. മാനന്തവാടി ചെറൂരിലാണ് EJ ബാബുവിന്റെ വീട്. പരമ്പരാഗതമായി പകർന്നു കിട്ടിയ സ്നേഹമാണ് ഇദ്ദേഹത്തെ ഇന്നും കൃഷിയിൽ പിടിച്ചു നിർത്തുന്നത്. തൊടുപുഴ കൂത്താട്ടുകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയെത്തിയതാണ് ബാബുവിന്റെ അച്ഛനമ്മമാരായ ഇരുപ്പൂളംകാട്ടിൽ ഉലഹന്നാനും ഭാര്യ ഏലിയാമ്മയും. ഇരുവരും തുടങ്ങിവെച്ച കൃഷി ജീവവായു പോലെ ഇളയമകൻ ബാബു ഇപ്പോഴും പരിപാലിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ നേതൃത്വം വഹിക്കുന്ന ആളെന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ എപ്പോഴും കൃഷിയിടത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു നോട്ടവും ശ്രദ്ധയും ഉണ്ടാകും. കൃഷി വിട്ടുള്ള പൊതുപ്രവർത്തനവും പൊതുപ്രവർത്തനം വിട്ടുള്ള കൃഷിയുമില്ലെന്ന് മണ്ണിനെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന EJ ബാബു പറയും. സ്വന്തമായുള്ള 20 ഏക്കർ സ്ഥലത്താണ് കൃഷി. കൃഷി എന്നാൽ അത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതും. ഞങ്ങൾ പരമ്പരാഗതമായ കൃഷിക്കാരാണ്. 1947 കാലഘട്ടങ്ങളിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് എൻ്റെ ഫാദറും എൻ്റെ മദറും ഇവിടെ കുടിയേറ്റം നടത്തി കൃഷിയെടുത്തിട്ടുള്ള ആളുകളാണ്. അവർ നൽകിയിട്ടുള്ള കൃഷിയുടെ ഒരനുഭവം. അവർ കൃഷിക്കാരായിരുന്നു. ചെറുപ്പത്തിൽ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും കൃഷിയിൽ എടുക്കാനുള്ള താല്പര്യവും അവർ കൃഷി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കൃഷി എടുത്തു. ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇപ്പോഴും ഈ കൃഷിയിൽ തന്നെ എനിക്ക് പ്രധാനമായും തുടരാൻ വേണ്ടി സാധിക്കുന്നത്. അത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ എല്ലാ രീതിയിലുമുള്ള വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു കാർഷിക മേഖലയിൽ കൃഷിയിൽ വൈവിധ്യമാർന്ന കൃഷി കൂടി ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ കുറച്ച് കാപ്പി വയ്ക്കുക, അല്ലെങ്കിൽ റബ്ബർ നടുക, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് നടുക എന്നുള്ള ഒരു കൃഷി രീതി മാത്രമാണ് സാധാരണക്കാരായ ആളുകൾ കൃഷിക്കാരെ അവലംബിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊക്കെ കാലഘട്ടത്തിന് മാറ്റം അനുസരിച്ചുള്ള പുതിയ കൃഷി രീതിയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ കൃഷി നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ.
ഞാൻ ചെറുപ്പകാലത്ത് തന്നെ, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തുന്ന കാലത്തും കൃഷിയിൽ കൂടി കൃഷി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ഇതുവരെയും ഒരു ഭംഗം വന്നിട്ടില്ല. അതുകൊണ്ടിപ്പോൾ കൃഷി ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയല്ല. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ കൃഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലിയാണ്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ആദ്യ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറില്ല. ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ വയനാട്ടിലും സാധാരണയാണ്. ആദ്യമൊക്കെ നമുക്കറിയാം ഗുണ്ടൽപേട്ടയിൽ പോകണമായിരുന്നു ചെണ്ടുമല്ലി കൃഷിയൊക്കെ കാണാനും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷേ ഇപ്പോൾ വയനാട്ടിൽ പലയിടങ്ങളിലും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെണ്ടുമല്ലി കൃഷിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് ഇ.ജെ. ബാബുവേട്ടൻ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുരുമുളക് തോട്ടത്തിനിടയിലാണ് ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയും കൂടി അദ്ദേഹം ചെയ്യുന്നത്. ഇത് വളരെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഇത് ശരിക്കും ചെയ്തത് ഈ ഒരു കുരുമുളക് കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ്. ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കൂടി ഇദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ ആയിട്ടുണ്ട്. പൂക്കൾ ഇവിടുത്തെ ചെറിയ വിപണിയിലൊക്കെ ഇദ്ദേഹം എത്തിക്കുന്നുണ്ട്. ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു കുരുമുളക് കൃഷിൻ്റെ രോഗകീടബാധകളൊക്കെ കുറേയൊക്കെ തടയാമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ കൃഷിയിടത്തിൽ കോൺക്രീറ്റ് തൂണുകളിൽ കുരുമുളക് വള്ളികൾ പടർന്നു കയറാൻ മത്സരിക്കുകയാണ്. ഒപ്പം മറ്റ് കൃഷിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുരുമുളക് വള്ളികൾക്ക് കാവൽക്കാരനായി ഓറഞ്ച് പൂക്കൾ വിടർത്തി ചെണ്ടുമല്ലിയും. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയിൽ തന്റേതായ മാറ്റങ്ങൾ വരുത്തി കുരുമുളക് കൃഷിയിൽ 100 മേനി വിളവ് നേടാൻ ഒരുങ്ങുകയാണ് ഇ.ജെ. ബാബു. നട്ട് 1 വർഷം മാത്രമായ കുരുമുളക് ചെടികൾ ഇപ്പോൾ കായ്ച്ചു തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കൃഷി ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായ ഒരു മാനസിക സംതൃപ്തിയുടെ ഭാഗം കൂടിയാണ്. നമ്മൾ കൃഷിയെടുക്കുന്നു, നമ്മൾ വിളകൾ ഉണ്ടാക്കുന്നു, അത് നമ്മൾ പോയി കാണുന്നു, അതിനോടൊപ്പം നടക്കുന്നു, അതിനോടൊപ്പം നമ്മൾ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു മാനസിക സംതൃപ്തി ലഭിക്കുന്ന ഒരു മേഖല കൃഷി തന്നെയാണ്. നമ്മുടെ പുതുതലമുറ ആ കാർഷിക മേഖലയിലേക്ക് വരണമെന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണകരമായി മാറാൻ വേണ്ടി കഴിയും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഞാനിത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ തൈ കൊണ്ട് നട്ടത്. പന്നിയൂറുള്ള ഗവൺമെൻറ് ഫാമിൽ നിന്നാണ് എൻ്റെ കുരുമുളക് വള്ളി കൊണ്ടുവന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വെച്ചു. ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ മെയ്, ജൂൺ, ജൂലൈ 1 വർഷവും 3 മാസവുമാണ് ഇതിന് പ്രായമുള്ളൂ. അപ്പോൾ നന്നായി പരിചരിക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് മറ്റു മരങ്ങളുടെ ഒരു ശല്യമില്ലാത്തതാണ്. കാരണം കോൺക്രീറ്റ് കാലാണ്. അപ്പോൾ കുരുമുളകിൻ്റെ വേരുകൾ മാത്രമേ ഉള്ളൂ, മറ്റ് വേരുകളോ മറ്റ് മരങ്ങളുടെ ശല്യമൊന്നുമില്ല. ആ നിലയിൽ പരിചരിക്കുന്നതുകൊണ്ടാണ് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ ഈ കാലഘട്ടം കൊണ്ട് ഈ കുരുമുളക് ചെടിക്ക് ഇത്രയും വളർച്ച ഉണ്ടായിട്ടുള്ളത്. നല്ല വളർച്ചയാണ്. ഇപ്പോൾ തന്നെ കായ്ച്ചു എന്നുള്ളതാണ് വിഷയം. സാധാരണ എല്ലാവരും പറയാനുള്ളത് കുരുമുളക് കായ്ക്കണമെങ്കിൽ 3 കൊല്ലം എടുക്കുന്ന പറഞ്ഞ് 1 വർഷം കൊണ്ട് നന്നായി കായ്ക്കുന്ന വിധത്തിലേക്ക് ഈ കുരുമുളകിൻ്റെ കൃഷി എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗുണ്ടിൽപേട്ടയിൽ നിന്നാണ് ചെണ്ടുമല്ലി തൈകൾ വാങ്ങിയത്. കുരുമുളക് ചെടികൾക്കിടയിൽ ചെണ്ടുമല്ലി ഒട്ടും മടിയില്ലാതെ നിറഞ്ഞു പൂത്തിട്ടുണ്ട്. മാനന്തവാടിയിലെ പൂക്കടകളിലാണ് ഇപ്പോൾ ചെണ്ടുമല്ലി വിൽക്കുന്നത്. 1 കിലോ പൂവിനിപ്പോൾ 60 രൂപ വരെ വില ലഭിക്കും. ഈ ചെണ്ടുമല്ലിയുടെ തൈ ഞാൻ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ഇത് വെച്ചിട്ടിപ്പോൾ 2 മാസം 60 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് പൂ പറിച്ച് കൊടുത്തു. ഇപ്പോൾ ആദ്യത്തെ ഒരു ദിവസം എനിക്ക് 1000 രൂപയുടെ പൂ മാനന്തവാടി ലോക്കൽ സെയിലാണ് കിട്ടിയത്. മാനന്തവാടിയിലെ പൂ കച്ചവടക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. 1 കിലോ പൂവിന് എനിക്ക് 60 രൂപ വെച്ചാണ് കിട്ടിയത്.
പിന്നെ അങ്ങനെ 1000 രൂപയുടെ പൂ ആദ്യ ദിവസം കൊടുത്തു. രണ്ടാമത്തെ ദിവസം 1000 രൂപയുടെ പിന്നെ പൂവിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കാരണം ഇതിന് കാര്യമായ ചിലവുകളൊന്നുമില്ല. കാരണം നമുക്ക് ആ ചിലവ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈയുടെ ഒരു പൈസയാണ് ആവുകയെന്ന് ചിലവ്. പിന്നെ ഇതിൻ്റെ വയ്ക്കാൻ വേണ്ടി വരുന്ന ചെറിയ ചിലവ് അല്ലാതെ മറ്റ് ചിലവുകളൊന്നും വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഇതിൻ്റെ അകത്ത് എങ്ങനെ പോയാലും ഒരു പൂ വിറ്റേന കണക്കിൽ ബാക്കിയുള്ള പൂവിടെ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് 10-25,000 രൂപ കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. വളരെ ചെറിയ ഒരു ചിലവ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. കാലാവസ്ഥയും അതോടൊപ്പം തന്നെ മാർക്കറ്റും ഒക്കെ അനുകൂലമാണെങ്കിൽ അതിൻ്റെ അകത്തുള്ളൊരു വരുമാനം കിട്ടും. അപ്പോൾ വരുമാനത്തെ കഴിഞ്ഞ് ഉപരി എനിക്ക് എൻ്റെ കൃഷിയിടത്തിലെ ഒരു ശ്രദ്ധയാണ് ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്. ഒരിക്കലും നഷ്ടമൊന്നുമില്ല. കാരണം നമ്മുടെ ചിലവ് കഴിച്ചൊക്കെ പൈസ വരുമാനം ചെണ്ടുമല്ലിയിൽ നമുക്ക് കിട്ടും. കാലാവസ്ഥയും അതോടൊപ്പം മാർക്കറ്റും അനുകൂലമാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ലാഭകരമായി തന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിയറ്റ്നാം രീതിയിൽ മാത്രമല്ല ബാബുവേട്ടൻ ഇവിടെ കുരുമുളക് കൃഷി ചെയ്യുന്നത്. വിയറ്റ്നാം രീതി എന്ന് പറയാൻ പാടില്ല, ശരിക്കും വിയറ്റ്നാം രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി ലഭിച്ച കുരുമുളക് കൃഷിയിലെ അറിവുകളും പങ്കുവച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല വിളവും ലഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നമുക്ക് 1 വർഷം കൊണ്ടുണ്ടായ കുരുമുളക് ചെടിയാണിത്. നമുക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 1 വർഷത്തിൽ ഇത്രയും ഗ്രോത്തുള്ള ഒരു കുരുമുളക് ചെടി നമ്മൾ ഇന്നേ വരെ ഒരു തോട്ടത്തിൽ പോലും പോയിട്ട് കണ്ടില്ല. പക്ഷേ അത് സത്യമാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ നട്ട ചെടി ഇത്രയും വലുതായി. അത് ഏറ്റവും പ്രധാനം അതിൽ തിരിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കൃഷിരീതി മാത്രമല്ല, മറ്റൊരു കൃഷിരീതിയും കൂടി ഇദ്ദേഹം ചെയ്തു വരുന്നു. ആ ഒരു തോട്ടത്തിലേക്ക് പോകാൻ നമുക്കിനി അവിടുത്തെ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹം ഇത് മാത്രമല്ല, ഇനി നമുക്ക് മീനുണ്ട്, അതുപോലെ കാന്താരിമുളക് കൃഷി, ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ചെറിയ കർഷകനല്ല, ഒരിക്കലും വലിയ കർഷകനാണ്, വലിയൊരു മാതൃകാ കർഷകനാണ് ഇദ്ദേഹം. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ കൃഷി കാര്യങ്ങൾ, കുരുമുളക് കൃഷി, പുതിയ മറ്റൊരു കൃഷി രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. മറ്റ് കൃഷികൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ കുരുമുളക് തോട്ടം 2018 ഇതിലും വലിയ കുരുമുളക് തോട്ടമായിരുന്നു. അത് വലിയ വള്ളിയും ഇതിനൊക്കെ നല്ല കൃഷിയുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ 2018 പ്രളയകാലത്ത് അതിൻ്റെ വെള്ളം നിന്ന് ഇതിൽ ഒരു കൊടി പോലും അവശേഷിക്കാത്ത വിധത്തിൽ മൊത്തം നശിച്ചുപോയി. ആ കാലത്ത് അന്നത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കുരുമുളകിന് ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2019 ഞാൻ ഈ തോട്ടം പിടിപ്പിച്ചത്. ഇതിൽ ഗ്രാഫ്റ്റഡ് കൊടിയാണ് ഇതിൽ പൂർണ്ണമായിട്ടുള്ളത്. അതായത് കൊളിബ്രീനിയത്തിൽ കുരുമുളക് വള്ളി ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകാണ് ഇതിൽ മുഴുവനുള്ളത്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ 5ാം കൊല്ലത്തിലേക്ക് പോകുന്ന കൊടിയാണിത്. നല്ല ഈൽഡിങ് കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല ഈൽഡിങ് കിട്ടുന്നുണ്ട്. ഈ വർഷവും നല്ല ഈൽഡിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഈ വെള്ളം കുരുമുളകിനെ കെട്ടി നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഈ കുരുമുളകിൻ്റെ ചുവട് പൂർണ്ണമായും നമ്മൾ കൂട്ടിക്കൊടുത്ത് വെള്ളം മഴക്കാലത്ത് നീർവാർച്ച ഉണ്ടാകുന്ന വിധത്തിലുള്ള കൃഷി രീതിയാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്രാഫ്റ്റഡ് കൊടിയായതുകൊണ്ട് വേനൽക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഏതാണ്ട് 5 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലം പൂർണ്ണമായും വേനൽക്കാലത്ത് ഇറിഗേറ്റ് ചെയ്തുകൊണ്ട്, കാരണം സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കുരുമുളക് കൃഷി നടത്തിയിട്ടുള്ളത്. എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മൾ സാധാരണ ഈ തിരുവാതിര ഞാറ്റയിലാണ് കുരുമുളക് തളിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മഴയുടെ ആരംഭത്തിൽ തന്നെ ഈ നനയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് മഴയുടെ ആരംഭത്തിൽ തന്നെ നനച്ച് ഈ കുരുമുളക് പിടിപ്പിക്കുന്ന, അതായത് തളിർത്ത് കുരുമുളക് പിടിപ്പിക്കുന്ന ഒരു കൃഷി രീതിയാണ് അവലംബിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ വർഷവും ഒരേ രൂപത്തിലുള്ള ഈൽഡിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ നനച്ച് പിടിപ്പിക്കുന്നത്, കാപ്പിയൊക്കെ എല്ലാവരും നനച്ച് പൂപ്പിക്കുന്നത് പോലെ തന്നെ കുരുമുളകും ഇതേ രൂപത്തിൽ നനച്ച് ഈ കുരുമുളക് തിരി ഉണ്ടാകാനുള്ള സംവിധാനത്തിൽ കൂടിയാണ് ഇതിൻ്റെ കൃഷി രീതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു മാതൃകാ കർഷകനാണെങ്കിലും ഇന്നുവരെ ഒരു അവാർഡിനോ അംഗീകാരത്തിനോ വേണ്ടി താൻ കൃഷി ചെയ്തിട്ടില്ലെന്ന് EJ ബാബു പറയുന്നു. അത് ഒരു വിവാദമായ വിഷയമാണ്. അവാർഡ് കിട്ടുക എന്നുള്ളത്, കൃഷിക്കാരൻ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാനെന്തായാലും അവാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരു ഭരണകക്ഷിയുടെ
പ്രത്യേകിച്ച് വകുപ്പിൽപ്പെട്ട കൃഷി വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പുകിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു രൂപത്തിലും അവാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഒരു പ്രശ്നം എൻ്റെ ഭാഗത്ത് നിന്ന് ഉദിക്കുന്നില്ല. മത്സ്യം, പശു, കോഴി, താറാവ്, പച്ചക്കറി, കാപ്പി, റബ്ബർ എന്നിവയിലും ഒരു കൈ നോക്കുന്നുണ്ട് EJ ബാബു. മത്സ്യകൃഷിക്കായുള്ള കുളങ്ങൾ വലിയൊരു ജലസംഭരണി കൂടിയാണ്. വേനലിൽ വിളകൾ നനയ്ക്കാൻ ഈ കുളങ്ങളിലെ വെള്ളം മാത്രം മതി. തോട്ടത്തിൽ നിർമ്മിച്ച മഴക്കുഴികൾ മഴവെള്ളം ഒട്ടും പാഴാക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങാനും സഹായിക്കുന്നുണ്ട്. തോട്ടത്തിലെ പുല്ല് പശുവിന് തീറ്റയാകും. പശുവിന്റെ ചാണകവും മൂത്രവും തോട്ടത്തിലേക്കുള്ള വളമാകും. താറാവും കോഴികളും വീട്ടിലേക്ക് ആവശ്യമായ മുട്ടയും ഇറച്ചിയും നൽകും. വ്യാവസായികമായ അടിസ്ഥാനത്തിലും അല്ലാതെയും കൃഷി ചെയ്യുന്നതാണ് തന്റെ രീതിയെന്നാണ് EJ ബാബു പറയുന്നത്. ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്കൊരു പശു ഉള്ളത്. വീട്ടാവശ്യത്തിനുള്ള പാല് ആ ഒരു പശുവിൽ നിന്ന് ലഭിക്കും. കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ പന്നിക്കൃഷിയുണ്ട്. ആ രൂപത്തിൽ ഉള്ള എല്ലാ കൃഷികളും അത് എല്ലാം ചെറിയ രൂപത്തിലുള്ള ആണ്. ഇപ്പോൾ കോഴി താറാവൊക്കെ ചെയ്യുന്നത് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൃഷികളാണ് ചെയ്യുന്നത്. പച്ചക്കറി തന്നെ എല്ലാത്തരം പച്ചക്കറിയും ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്, വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കൃഷികളാണ് ആ രൂപത്തിൽ ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ തോട്ടത്തിൽ 5 ഏക്കർ തോട്ടത്തിലും ചേമ്പ് കൃഷിയാണ് ചെയ്തത്. ചേമ്പ് കൃഷി ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് 1.25 ലക്ഷം രൂപയുടെ ചേമ്പ് ഈ തോട്ടത്തിൽ നിന്ന് എനിക്ക് പറിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 രൂപത്തിലുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി എടുക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള കൃഷി എടുക്കണം. ഇത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബുവേട്ടൻ്റെ കൃഷി രീതികൾ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൃഷിയിടം പരിചയപ്പെട്ടു. ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ഇദ്ദേഹത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. ഈ ഒരു കൃഷിയിടത്തിൽ നമ്മൾ വരേണ്ടതായിരുന്നു. കാരണം ജില്ലയിലെ എല്ലാ കർഷകർക്കും ഒരു മാതൃകയാണ് ശരിക്കും ബാബുവേട്ടൻ. ബാബുവേട്ടനും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും. ഈ ഒരു കൃഷി അറിവ് ഇദ്ദേഹം ശരിക്കും നമുക്ക് പങ്കുവച്ചത് എനിക്ക് തോന്നുന്നു കുറേ കർഷകർക്ക് ഉപകാരപ്പെട്ടേക്കാം. കാരണം കുരുമുളക് കൃഷി മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് കർഷകരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ഈ രീതിയിലേക്കൊരു കൃഷി രീതി കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കുരുമുളക് കൃഷിയെ കൂടുതൽ സംരക്ഷിക്കാനും അതുവഴി കൂടുതൽ വരുമാനം നേടാനും. നമുക്ക് കൃഷി എപ്പോഴും നഷ്ടമാണെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് ശരിക്കും ഒരു പാഠമാണ്. കുരുമുളക് കൃഷിയൊക്കെ കുറേ പേര് ഒഴിവാക്കി, ദ്രുതവാട്ടം പോലുള്ള പല രോഗങ്ങളും വന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു രോഗാവസ്ഥയിലുള്ള ഒരു കുരുമുളക് ചെടി പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കുരുമുളക് ചെടി മാത്രമല്ല, മറ്റ് പല ചെടികളാണെങ്കിലും ഒരു ചെടികൾ പോലും നശിച്ച ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം അത്രയും കൃത്യമായിട്ട് അത് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു കൃഷി രീതിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷി രീതി ശരിക്കും എല്ലാവരും ഒരു മാതൃകയാക്കണം. കുരുമുളക് കൃഷിയെ നമുക്ക് സംരക്ഷിക്കാൻ ഈ ഒരു കൃഷി നന്നായിട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കൃഷി നമുക്കൊരു മാതൃകാ കൃഷി രീതി കൂടി ആക്കാം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ കുറച്ചുകൂടി നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വലിയൊരു കൃഷി രീതിയും കൃഷി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ആഴ്ച മറ്റൊരു കർഷകനെ കൂടി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.